ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നടക്കാൻ വന്നിട്ടോ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ വീട്ടിലായിരുന്നു സ്റ്റേ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾക്ക് ഒന്ന് അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ വന്നു. അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റേഡിയത്തിലാട്ടോ. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് ഞാൻ നടത്തത്തിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് നടന്നിട്ട് വരാം. അപ്പോൾ ഞാൻ 2 റൗണ്ട് എടുത്തു കേട്ടോ. അതിൽ ഒരു റൗണ്ടിൽ ഹാഫ് കുറച്ച് ഓടിയില്ല, ജോഗ് ചെയ്തു. അച്ഛനോട്ട് എത്തിയിട്ടില്ല കേട്ടോ. അച്ഛനും ഉണ്ട് എൻ്റെ കൂടെ. അച്ഛൻ സ്ഥിരമായിട്ട് നടക്കണത് സ്റ്റേഡിയത്തിൽ. എനിക്ക് തോന്നുന്നു 3 റൗണ്ടും 1 റൗണ്ട് ജോഗിങ് ഒക്കെ. അച്ഛൻ ആ കത്രിക്കടവ് റൂട്ടിലേക്ക് പോണ ആ വഴിയില്ലേ, അങ്ങോട്ട് അച്ഛൻ പോകും. അപ്പം ഞാനിവിടെ വണ്ടി വെച്ചേക്കണ അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ അച്ഛന് വേണ്ടിയിട്ട്. വെള്ളം എടുത്തില്ല, അതൊക്കെ ചേട്ടാ അയ്യാ, നേരത്തും കുളിക്കേണ്ടത് നല്ലോണം. അപ്പോൾ ഇനി വീട്ടിൽ ചെല്ലട്ടെ. വീട്ടിൽ ചെന്നിട്ട് വെള്ളം കേട്ടോ ഒന്ന് കുടിക്കണേ, നല്ല ചൂടുവെള്ളം. എനിക്ക് വേറെ ഒന്നും കുടിക്കാൻ തോന്നുന്നില്ല. അറ്റ്ലാസ് ഞാൻ ദേ അച്ഛനെ സ്പോട്ട് ചെയ്തിട്ടോ. ആ മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് ടീഷർട്ട് ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു പോകണുണ്ടോ, അതാട്ടോ അച്ഛൻ ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ടെന്ന്. അച്ഛൻ പാട്ടൊക്കെ കേട്ട് ലാവിഷായിട്ട് നടന്നു പോവാണ്. രാവിലെ ഞാൻ പട്ടയിട്ട് ചൂടുവെള്ളം ഓട്ടോ കുടിച്ചത്. നമ്മുടെ കറുകപ്പട്ടയില്ലേ, കറുകപ്പട്ട ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതാട്ടോ ഞാൻ കുടിച്ചത്. കൂടെ ഞാൻ 2 ഇടിയപ്പം ഓട്ട കഴിച്ചേ, വേറൊന്നും ഞാൻ കഴിച്ചില്ല. എനിക്ക് ആ ഓട്ടം രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശന്നു. അപ്പോഴേക്കും ഞാൻ ചൂടുവെള്ളവും പിന്നെ അതുപോലെ തന്നെ 2 ഇടിയപ്പവും കഴിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചായിരുന്നു ഇത് ഏതാണ് വാവേന്ന്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്, പേര് ആദിഷ് നാട്ടോ. അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനും ഏട്ടനും അങ്ങോട്ട് പോകും. അത്രയ്ക്കും കാര്യമാണ് ഞങ്ങളെ അവന്. ഹായ് ഗൈസ്, അപ്പം ഇപ്പം സമയത്ത് പറയുന്നത് 3 മണിയായി. ഞങ്ങളിപ്പോൾ ലുലുലാട്ടോ. ഞാനും പിന്നെ 2 പേരും കൂടെ ഉണ്ട് എക്സ്ട്രാ. ഞാനും ഏട്ടനും പിന്നെ 2 പേരുണ്ട്. അത് ആരാന്നുള്ളത് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ലുലുവിലെത്തി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാനായിട്ട്. അമ്പലത്തിൽ പോകണ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞാനിപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. എവിടെ പോയി തപ്പുമെന്ന് എനിക്ക് അറിയത്തില്ല ഏട്ടനെ. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഏട്ടൻ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത് ഇവിടെ പരിസരത്ത്. അപ്പം ഞാൻ എന്തായാലും ഏട്ടനെ തപ്പട്ടെ കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ ഇന്ന് കുറേ പേരുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നിക് വ്ലോഗ്സും നരയും, പിന്നെ നമ്മളുടെ കാർത്തിക് സൂര്യ, കണ്ണൻ, പിന്നെ ഞങ്ങളുടെ സ്വന്തം ശരണ്യ. നിക്കളിയാ നമുക്കപ്പോ ആലപ്പുഴയിൽ നിന്ന് വെച്ച് കാണാം. ഇല്ല, പുറപ്പെട്ടില്ല. ഉറപ്പായിട്ട് വരും. ഞങ്ങൾ എല്ലാരും കൂടെ വരും. യെസ്. എന്റെ സ്വന്തം ചങ്കാണ്. അത്രയ്ക്കും വേണ്ടായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലേ, തീരുമാനമായി. ഇതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു. ഇത്രയും പേരുണ്ടായിരുന്നു കൂടെ. പക്ഷെ കുറേയൊക്കെ മിസ്സായിപ്പോയി. എനിക്കൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കാർത്തിക്ക് നാളൊരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകും കേട്ടോ, എൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ പോവാനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ നിക്കൊക്കെ പോവാണ്. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇവൾക്ക് എവിടെ പോകാനുണ്ട് അത്യാവശ്യമായിട്ട്. അപ്പോൾ ഇവളും പോവുകയാണ്. ഞങ്ങൾ മാത്രം ഇവിടെ നടപ്പാ. ഞാനല്ല, ഇവള് മാത്രം. ടാറ്റ. നീ പോണേനാ നോക്കൂ. നീ ഇതെവിടെ പോയതാണ് ഗൈസ്? അപ്പം ഞാൻ ഇറങ്ങിയിട്ടോ. അവരവിടെ ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ടുള്ള ക്യൂമയിലേക്ക് ഇപ്പോൾ പോയേക്കണേന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും പോട്ടെ, എനിക്ക് ടൈമില്ല. ശരിക്കും മിസ്സായി. നല്ലൊരു എല്ലാവരും കൂടെ കൂടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വന്നതുകൊണ്ടാണ്
അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് അത് മുടക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും വേഗം ചെല്ലട്ടെ വീട്ടിലേക്ക്. ആ കുഞ്ഞിന് വിശന്നിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ അവൻ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോഴേക്കും അവന് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു മേടിച്ചു കൊടുത്താട്ടാ. അമ്പലത്തിൽ നിന്ന് ഒരു കുടുക്ക മേടിച്ചപ്പോഴേക്കും അവനെ കൊണ്ട് പൈസ ഇടിപ്പിക്കും കേട്ടോ, കയ്യിലുണ്ടായ കോയിൻസൊക്കെ. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ എന്താ പറയുക, ഫുൾ പുറത്തൊക്കെ പോയി കുറേ അടിച്ചു പൊളിച്ച ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ. ഗൈസ്, ഈ കാണുന്ന കംപ്ലീറ്റ് സാധനം എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇവരുടെയൊക്കെ വീഡിയോ ഇട്ട് നോക്കിയാൽ മതി. ഇതൊന്നും വേണ്ട, നമുക്ക് കിറ്റക്സിന്റെ നല്ല ഒരു പൂക്കളം ലുങ്കിയൊറും മേടിക്കാം. സെറ്റ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. ആരുടെയും കാല് പിടിക്കാത്ത കണ്ണൻ ഇപ്പൊ കാർത്തിയുടെ കാല് പിടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഡയറ്റ് ആയത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം, അല്ലെങ്കിൽ ശരിക്കും കൊതി കിട്ടിയാനെ. അപ്പോൾ ഇതൊക്കെ ഞാൻ FRK വ്ളോഗ്സിൽ നിന്ന് കുറച്ച് ചെറുതായിട്ട് അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഫുള്ളായിട്ട് കാണാനായിട്ട് നിങ്ങൾ FRK വ്ളോഗ്സിലും പിന്നെ അതുപോലെ കാർത്തിക് സൂര്യയുടെ ചാനലും പിന്നെ വൈപ്ര സ്പോർട്സ് ചാനലും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.